ഓക്കെ ഗേസ്, ഇവിടെ എൻ്റെ കയ്യിലേ ഒരു ഡിഫൻഡർ കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ആ കാറാണെങ്കിൽ സോമൻ കൊണ്ടായിക്കാ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാ സോമൻ കൊണ്ടായേ. ഇപ്പോൾ ദേ ഒരു മണിക്കൂറായി, ആളിതൊരിക്കും വീട്ടിലേക്ക് വന്നിട്ടില്ല. സോമൻ എങ്ങോട്ടേക്കാണാവോ എൻ്റെ കാറും കൊണ്ട് പോയേ. എന്തുട്ടായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. സോമൻ വന്നാലേ നമുക്ക് ആ കാറെടുത്ത് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ദേ സോമൻ വിളിക്കണ്ടല്ലോ. എടാ സോമ, എന്തായി? എൻ്റെ കാർ എവിടെയാ? എടാ ഫ്രാങ്ക്ലിന്, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്റെ കാറ് നൈസായിട്ട് ക്രാഷായി, ചെറുതായിട്ട് ഒന്ന് ഇടിച്ചു. അതെ, നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വാ. ആ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവണില്ല, മൊത്തം തീരുമാനമായി. ആ ബെസ്റ്റ്, നീ അവിടെ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ഗൈസ്, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണി പാളിയേക്കാൻ കേട്ടാ. നമ്മുടെ കാറില്ലേ, അത് സോമൻ കൊണ്ടുപോയിണ്ടായിരുന്നു. അത് പക്ഷേ ആക്സിഡൻ്റ് ആയിന്ന്. ആ സോമനല്ലേ ആള്, അവൻ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചിട്ടുണ്ടാവും. അവൻ പക്ഷെ നമ്മളോടെ വീട്ടിലേക്ക് വരാനാ പറഞ്ഞേ. അപ്പോൾ ആ കാറ് സോമൻ്റെ വീട്ടിലാവും ക്രാഷ് ആയിണ്ടാവുക. നമുക്കപ്പോൾ സോമൻ്റെ വീട്ടിലേക്ക് പോവാം. സോമൻ്റെ വീട് പിന്നെ ഇവിടെ അടുത്താണ് കേട്ടാ. ആ കാണുന്ന വീടാണ് സോമൻ്റെ വീട്. ഇതെന്തത്? എൻ്റെ കാറ് ഈ നിലയ്ക്കാണോ ക്രാഷായേ? എൻ്റെ പൊന്നെ, ഈ സോമനപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ലേ? നല്ല ആൾക്കാ ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുത്തേ. ഗൈസ് നോക്കിയേ എൻ്റെ കാറിൻ്റെ അവസ്ഥ, ടയർ വരെ ഊറി പോന്നുട്ടാ. എന്നാലും ഇങ്ങനെ ആക്സിഡൻ്റ് ആയതേ. സോമൻ വണ്ടി എടുത്ത് സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയ, എന്നിട്ടാലും വണ്ടിയുടെ ഡോറും പോയി വീലും പോയി. വീല് പക്ഷെ എവിടെ ഉണ്ട്, ഡോറൊക്കെ എവിടെയാണാവോ? അതൊന്നും കാണാനില്ല. എടാ സോമ, നീ എവിടെയാ? പുറത്തേക്ക് വാ. നീ എന്തൊരു പണിയാ കാണിച്ചേ? എടാ ഫ്രാങ്ക്ലിന്, അതെ നിന്റെ വണ്ടിയിൽ എന്തൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. എനിക്കത് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സ്വിച്ച് ഞാൻ നൈസായിട്ട് അമർത്തി. അന്നേരം ഈ വണ്ടിയില്ലേ, അത് നല്ല ഹൈറ്റിൽ ചാടി, വെറുതെ ചാടി. എന്നിട്ട് ഈ നിലയ്ക്കാണ് ഇവിടെ ലാൻഡായേ. വണ്ടിയുടെ വീലും പോയി ഡോറും പോയി. ഡോറ് എങ്ങോട്ടേക്കാണോ തെറിച്ച് പോയേ. ആ സ്വിച്ച് എന്താന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ സ്വിച്ച് അമർത്തിയപ്പോൾ ഈ വണ്ടി ചാടി. എടാ, നീ എന്തിനാ ആ സ്വിച്ച് അമർത്തിയേ? അറിയില്ലെങ്കിൽ അമർത്തേണ്ട ആവശ്യമുണ്ടായിരുന്ന. ഇപ്പം എൻ്റെ വണ്ടി മൊത്തം തീരുമാനമായി. ഇതിന് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്യണമെങ്കിൽ കുറേ പൈസ ചിലവാവേ. ഇതെങ്ങനെയാ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക? എടാ ഫ്രാങ്ക്ലിന്, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഒരു ട്രക്ക് എടുത്തോ. ആ ട്രക്കിൽ കയറ്റിയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോക്കോ. വർക്ക്ഷോപ്പ് പിന്നെ ഇവിടെ അടുത്തല്ലേ. ആടാ, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഗൈസ്, നമുക്കിനി ആ കാറ് റിപ്പയർ ചെയ്യണം കേട്ടാ. റിപ്പയർ ചെയ്യണമെങ്കിൽ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ നമുക്ക് ട്രക്ക് വേണേ. ആ ഡിഫൻഡർ സ്റ്റാർട്ടാവില്ല. അതെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്തായാലും ആ വണ്ടി റിപ്പയർ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിലേ നമുക്ക് ആ വണ്ടി മോഡിഫൈ ചെയ്താലോ? എന്തു പറയണു? നമുക്കതിലേ വലിയ അലോയ്സൊക്കെ വെക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ സോമൻ്റെ ഫാക്ടറിയിൽ വന്നേക്കാ. ഇവൻ്റെ ഫാക്ടറിയിൽ പിന്നെ ഇഷ്ടം പോലെ ട്രക്ക് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 2 ട്രക്ക് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു ട്രക്ക് എടുക്കാം. ഈ ട്രക്കിൽ കയറ്റിയിട്ട് വേണം ആ കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനായിട്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം പാടുപെടും. ആ കാറ് ഈ ട്രക്കിൽ കയറ്റണ്ടേ, അതും ഇച്ചിരി പണിയാണ്. ആ വണ്ടി സ്റ്റാർട്ടാവില്ല. ആ കാറ് തള്ളി കയറ്റേണ്ടി വരും. അതിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ കൂടെ സോമൻ സഹായിക്കേ. അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ. അവൻ കാരണ എൻ്റെ വണ്ടി ക്രാഷായേ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതുവരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി നേരെ സോമൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ സോമൻ്റെ വീട്ടിൽ വന്നേക്കാ. ഈ ട്രക്ക് നമുക്ക് ഇതേപോലെ പാർക്ക് ചെയ്യാം. ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ വണ്ടി നമുക്ക് സുഖമായിട്ട് തള്ളി കയറ്റാൻ പറ്റേ. ആ ലെവലിലാണ് പാർക്ക് ചെയ്തേക്കണ്. സോമൻ എവിടെയാ? സോമൻ ഇവിടെ നിന്ന് മുങ്ങിയാ. സോമനെ കൊണ്ട് വേണം ആ വണ്ടി തള്ളിക്കാനായിട്ട്. ഓക്കെ, ആ കാർ അങ്ങനെ ഈ ട്രക്കിൽ കയറ്റിയേക്കാൻ കേട്ടാ. സോമൻ പിന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ നൈസായിട്ട് ഇവിടെ നിന്ന് മുങ്ങി.
അതുകൊണ്ട് എല്ലാതും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേ. അതിപ്പോൾ സീനില്ല. ഇനി നമുക്കേ നേരെ വർക്ക്ഷോപ്പിൽ പോവാം. എന്നിട്ട് ഈ വണ്ടി റിപ്പയർ ചെയ്യാം, കൂട്ടത്തിൽ മോഡിഫൈയും ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വണ്ടി നമുക്ക് പെടയായിട്ട് ശരിയാക്കാം. ആ വർക്ക്ഷോപ്പ് എവിടെയായിരുന്നു? ഈ ഭാഗത്ത് എവിടെ ഉണ്ടായിരുന്നു കേട്ടാ. ഓക്കെ, നമ്മളങ്ങനെ ആ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, അതെ ഈ കാണുന്ന വണ്ടിയില്ലേ, അതൊന്ന് ശരിയാക്കണം. ചെറുതായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചേ. അതുമാത്രല്ല, ഈ വണ്ടി ഒന്ന് പെടയായിട്ട് മോഡിഫൈ ചെയ്യണം. അതിൻ്റെ അലോയ്സൊക്കെ ഒന്ന് മാറ്റണം. ആണോ? എന്നാൽ ശരി, ഞാനിപ്പോൾ സെറ്റാക്കി തരാം. നീ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ കഴിഞ്ഞേക്കാൻ കേട്ടാ. നമ്മൾ ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്തു. ഈ വണ്ടിയുടെ കളർ മാറ്റി. മുന്നേ വൈറ്റ് ആയിരുന്നു, ഇപ്പോൾ റെഡാക്കി. ഇതിൻ്റെ അലോയ്സ് മാറ്റിയിട്ടാ. വലിയ സൈസ് അലോയ്സ വെച്ചേക്കണ്. വണ്ടി കണ്ടാലേ ഒരു മോൺസ്റ്റർ ട്രക്കാന്ന് തോന്നുള്ളൂ, അത്രയ്ക്കും വലിയ അലോയ്സാ. എന്നിട്ടായാലും ഈ വണ്ടി നൈസായിട്ട് കേട്ടാ. മോഡിഫൈ ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല. ഇതുണ്ടില്ലേ, സൈഡിൽ വേറെ ഡിഫൻഡർ ഉണ്ട്. അത് സ്റ്റോക്കാണ് കേട്ടാ. മുന്നേ എൻ്റെ വണ്ടി അതേപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി മോഡിഫൈ ചെയ്തു. ഈ 2 വണ്ടികൾ കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.